എന്തോ എന്ത് തോന്നുന്നു ഇപ്പോൾ? നല്ല സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയും ദിവസം നിന്നില്ല അവൾ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം 70 ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യമൊന്നുമല്ല. അപ്പൊ അവള് അത്യാവശ്യം നല്ലപോലെയൊക്കെ ഗെയിം കളിച്ചു, അടിപൊളിയായിട്ട്. പെൺപിള്ളേരിലുള്ളതിൽ ഒരു 2-3 പേരിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ലല്ലോ. അപ്പം അവള് പി ആർ വർക്ക്, അങ്ങനത്തെ പി ആർ വർക്ക് ഉണ്ടെങ്കിൽ നമ്മള് ഈ വീഡിയോസ് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആണോടാണ് ഞാൻ ആദ്യമേ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം അവരോട് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്നും ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ സ്റ്റില്ല്, അപ്പൊ നമ്മൾ അത്യാവശ്യം പുറത്ത് എന്ത് ചെയ്യാം. എൻ്റെ കൂടെ ഒരാള്, ഈ അമ്മുവൊക്കെയാണ് ഏറ്റവും കൂടുതൽ, അവളുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. അവര് എല്ലാരും കൂടി നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി മാക്സിമം ഫാമിലി അവരെല്ലാം അവര് വോട്ട് പിടിക്കാനായിട്ടേ ഇത് വരുമ്പോഴത്തേക്ക് അവര് ഓട്ടമാണ്. അവളുടെ മമ്മി അവിടുത്തെ കോളേജിൽ പോകും. എന്റെ മമ്മിയൊക്കെ ആണെങ്കിൽ നമ്മൾ ടൗണിലൊക്കെ പോയി മാക്സിമം അറിയില്ലാത്തവർക്കൊക്കെ മൊബൈൽ മേടിച്ച് വോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യം ചെയ്യുമായിരുന്നു. അതാ പറഞ്ഞ അവര് കോളേജിൽ പോകുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. കോളേജിലൊക്കെ പോയിട്ട് അവിടെ സ്ഥിരം ഉണ്ടായിരുന്നു. അതൊന്ന് അത്യാവശ്യമൊക്കെ വോട്ട് പിടിക്കുമായിരുന്നു. എല്ലാരും ഇതിന്റെ പുറകെയായിരുന്നു. എല്ലാരും അതല്ലേ, ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നാൾ ഇവിടെ വരെ ഈ 70 ദിവസം വരെ പോകാനായിട്ട് പറ്റി. അത് വലിയ കാര്യമാണ്. കേട്ടില്ല. അവള് പറഞ്ഞായിരുന്നു. അവ വേറെ ഒന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് കുറെ നാളായില്ലേ. ഇപ്പൊ അന്നാണേലും നമുക്ക് എല്ലാ കാര്യവും ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞോളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ആള് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. പുറത്തുള്ള വ്യൂവേഴ്സിന്റെ അഭിപ്രായമൊക്കെ ചോദിച്ചു എങ്ങനെയായിരുന്നു. വ്യൂവേഴ്സിന്റെ എനിക്ക് സത്യമായിട്ട് ഇതിന്റെ അകത്ത് പി ആർ ആൾക്കാരേതാ ഒറിജിനലുള്ള ആൾക്കാരേതാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ കുറേ നെഗറ്റീവ് കമന്റ് വരും. ഈ നോർമൽ ആൾക്കാര് ഇതാരാ മെസ്സേജ് അയച്ചതെന്ന് നോക്കില്ല, ഉള്ളി കമന്റ് അല്ലേ നോക്കുള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് കയറി കഴിയുമ്പം എല്ലാം ഫേക്ക് അക്കൗണ്ടാണ്. ഫോട്ടോ മാത്രം കാണും. മറ്റേ ഒരു ഫോളോവേഴ്സോ ഒരു പോസ്റ്റോ പോലും ഇടാത്തയാണോ ഈ വരുന്നത്. അത് ആ ആൾക്കാർക്ക് നമ്മളെ വേണേൽ തകർക്കുകയും ചെയ്യാൻ നന്നാക്കുകയും ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒത്തിരി സാധനം വരുന്നുണ്ട്. അപ്പം പി ആർ വർക്ക് നല്ല എഫക്റ്റ് ചെയ്യും. സന്തോഷമുണ്ട്. വരില്ല 70 ദിവസം നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. പിന്നെ 70 ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമല്ലോ. ഇനിയിപ്പോ ആകെ 30 ദിവസം കിട്ടിയിട്ടുള്ളൂ. അപ്പം നല്ല കാര്യം. കോളേജിലെ കോമ്പറ്റീഷനിൽ കുറച്ച് വിശ്വാസം പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനീഷ് സെറ്റ് ആയിരിക്കും തോന്നുന്നുണ്ട്. അറിയില്ല. എന്നാലും ഇപ്പൊ എനിക്ക് കണ്ടിട്ട് അനീഷിനെയാണ് തോന്നുന്നത്. പിന്നീട് വരവ് 70 ദിവസമായില്ലേ, അത്യാവശ്യം ഒറ്റ സീരിയലിൽ അഭിനയിച്ചിട്ട് പോയ ആളല്ലേ. അപ്പോൾ പിന്നെ ഒരു 70 ദിവസം അവിടെ നിൽക്കണം എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന് കാണുന്ന ഒരാളൊന്നുമല്ല. അത്യാവശ്യം ടെലികാസ്റ്റ് എപ്പോഴും കാണാറില്ല. എപ്പോഴെങ്കിലും നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കേൾക്കും, അല്ലാണ്ട് കാണുന്ന കാര്യമൊന്നും നടക്കില്ല. കുഴപ്പമില്ല. ഒരുപാട് സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു സീരിയൽ രംഗത്ത്. അല്ല, സീരിയൽ രംഗത്തൊന്നല്ല, നമ്മുടെ ആ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, ഞാൻ എൻ്റെ ദേവയുണ്ട്, അങ്ങനെ കുറച്ച് പേര്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അല്ലാണ്ട് വേറെ എനിക്ക് വേണം ആപാടെ ഒരു സീരിയലല്ലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത്രയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. ഇല്ല ഇന്നോ ഇല്ല വിളിച്ചില്ല. ഞാൻ നൂബിന് വിളിച്ചു. അപ്പം അങ്ങനെ ഇന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ അറിയിക്കാനും പറയാനും ഒരുപാട് കാണുമല്ലോ. അതെ, ഇനി വന്നിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയണമല്ലോ. സന്തോഷം. കാണാറുണ്ടോ? അല്ല വേറെ ആരെങ്കിലും അഭിപ്രായം എന്തെങ്കിലും? അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു കാണലില്ല. നമ്മളെല്ലാ സുഹൃത്തുക്കളുണ്ടല്ലോ അതിനകത്ത്. ഷാനവാസുണ്ട്, അനുമോളുണ്ട്, എല്ലാം നമ്മുടെ സുഹൃത്തുക്കളല്ലേ. നാസിമും ജിഷിനുണ്ടായിരുന്ന സമയത്ത് എല്ലാം കാണും, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഇനിയിപ്പോൾ ഉള്ളത്. പ്രതീക്ഷ നമ്മളിപ്പോൾ എപ്പോഴും ജയിക്കണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ കൂടുതലുള്ളവർ ജയിക്കട്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഷാനവാസോ അനുമോളോ ജയിക്കട്ടെന്നേ നമ്മൾ വിചാരിക്കുള്ളൂ.
പകുതിയായി കാൽ ഭാഗമായി. നമ്മുടെ ചില ഇച്ചിരി ബാഗ് എടുക്കേണ്ട എല്ലാവരും ഇനിയുള്ള ഒറ്റ പേരിൽ വരും. പിന്നീട് അപ്പോൾ വണ്ടി കൊണ്ടതാ എങ്കിൽ പോവാ ചൂടാക്കി നാളെ കഴിക്കാം. ഇതിനിപ്പോ മറ്റേ പൈസ ചേട്ടാ ഒന്നുമില്ല തിരക്കായ ബിന്നി നോബിൻ ഉണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ഓക്കെ എടുത്തു ഓക്കെ ബ്രോ ഓക്കെ എടുത്തു ബാഗ് എടാ കാലം നോക്കണം എന്നെ എടുത്തു ബാഗ് ഓക്കെ ബൈ Bye, Vinny. Vinny, bye. Bye. ഓക്കെ